31 മുതൽ 34 വരെയുള്ള ദോഹകൾ സീതാമാതാവ് ഹനുമാന് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അഷ്ടസിദ്ധി നവനിധിഖേദാത അസുബരദീന ജാനകി മാത. 8 സിദ്ധികളും നവനിധികളും വരമായി നൽകിയിട്ടുണ്ട് ഹനുമാന് ജാനകി മാതാവ്. പക്ഷേ ഹനുമാൻ അതിൽ സന്തുഷ്ടനല്ല. രാമരസായന തുമഹരേ പാസ സദാരഹോ രഘുപതി കേ ദാസ. അതായിരുന്നു ഹനുമാൻ്റെ ആഗ്രഹം. അതായത് മുഴുവൻ സമയവും രാമരസായനം ആസ്വദിച്ചുകൊണ്ട് രാമൻ്റെ ദാസനായിട്ട് രാമൻ്റെ സേവനത്തിൽ മുഴുകിയിരിക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതാണ് അമ്മ നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹം. വലിയ ശക്തികളോ നിധികളോ ഒന്നുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ശ്രീരാമൻ്റെ സേവനത്തിൽ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. സീതാമാതാവിൻ്റെ അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് തുമഹരേ ഭജന രാം കോ പാവേ ജനമ ജനമ കെ ദുഃഖ ബിസരാവേ. 33ാമത് ദോഹ. ഹനുമാൻ ഇത് കേൾക്കുമ്പോൾ പുഞ്ചിരിച്ചു എന്നാണ് പറയണത്. അതായത് ഹനുമാൻ്റെ നാമം ജപിക്കുന്നതിലൂടെ ഒരാൾക്ക് ശ്രീരാമദേവനിലേക്ക് എത്തിച്ചേരാനും ഈ ജീവിത ചക്രത്തിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ഒക്കെ മോചനം നേടാനും സാധിക്കും എന്നാണ്. ഹനുമാന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ദൃഢമായ ഭക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമീപിക്കുന്നതിലൂടെ എത്ര താഴ്ന്ന ബോധാവസ്ഥയിലുള്ളവർക്കും ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചനം നേടാൻ സാധിക്കും. 34ാമത് ദോഹ. അന്തകാല രഘുബരുപുരിജായി ജഹാം ജന്മഹരി ഭക്ത കഹായി. ഒടുവിൽ ആ ഭക്തൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ വൈകുണ്ഠം പ്രാപിക്കുകയും ചെയ്യും. പിന്നീട് എപ്പോഴൊക്കെ പുതിയ ജന്മം സ്വീകരിക്കുന്നുവോ അപ്പോഴെല്ലാം തന്നെ ഭഗവാൻ ഹരിയുടെ ഭക്തനായി അറിയപ്പെടുകയും ചെയ്യും എന്നാണ്. 35 ഔരദേവതാ ചിത്തനധരയി ഹനുമത് സേയി സർവസുഖ കരയി. മറ്റു ദേവതകൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഹനുമാനിലൂടെ ഒരാൾക്ക് എല്ലാ സുഖവും സന്തോഷവും നേടാൻ സാധിക്കും. സങ്കടകടേ മീടസപ് പീര ജോസുമിരൈ ഹനുമത് ബലവീര. നമ്മുടെ സങ്കടങ്ങളും ദുരിതങ്ങളും കുറഞ്ഞ് ഹനുമാൻ്റെ ചൈതന്യവും ശക്തിയും ധൈര്യവും ഒക്കെ നമ്മളിൽ നിറഞ്ഞു തുടങ്ങും എന്നാണ്. അതായത് നമ്മുടെ ഉള്ളിലെ പ്രാണനാണ് ഹനുമാൻ. അതുകൊണ്ടാണ് അദ്ദേഹം വായുപുത്രനായി അറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ബന്ധിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഊർജമാണ് വായു. അതാണ് നമ്മുടെ പ്രാണൻ. നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ നമ്മുടെ സത്ത് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ പ്രാണൻ. ആ സത്ത് നിന്ന് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ പ്രാണൻ നിലച്ചു പോകുമ്പോഴാണ് സത്ത് പോയി എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചത്തുപോയി എന്ന് പറയുന്നത്. യോഗയുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഈ പ്രാണവായുവാണ്. നമ്മുടെ ശരീരത്തിന് വഴക്കം, അതിരുകളില്ലാത്ത ചൈതന്യം, ഇച്ഛാശക്തി, ഏകാഗ്രത